നഷ്ടത്തിൽ പോകുന്നവയെ പൊതു ഉടമസ്ഥതയിലാക്കിക്കൊണ്ട് സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കുന്നു എന്നാണ് ഡോക്ടർ സമ്പത്ത് വിശദീകരിക്കുന്നത്. ഈ നയമാറ്റം സ്വാഗതാർഹമാണ്. ഈ നയമാറ്റത്തിൽ സ്വാഗതാർഹമാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിലുപരിയായിട്ട് ഞാൻ ഓർത്തു പോകുന്നത്, ഇത് 90കളിൽ ഇവിടെ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായിരുന്ന കാലത്ത് അവതരിപ്പിച്ച് നമ്മുടെ രാജ്യം നടപ്പിലാക്കി മുന്നോട്ട് പോയിരുന്ന ആശയങ്ങളാണ് ഇവർ ഈ 10-35 കൊല്ലം കഴിഞ്ഞിട്ട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ ഇവരിത് ചേർത്ത് പിടിക്കുമ്പോൾ ഈ നയങ്ങൾ നടപ്പിലാക്കിയ ഇടങ്ങളൊക്കെ അതിൻ്റെ ഒരു രണ്ടാം ഘട്ടം പിന്നിട്ടൊരു പരിണിതിയിലേക്ക്, പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വെൽഫെയർ പ്രോ ആയിട്ടുള്ള നിലപാടിലേക്ക് നയം മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ഈ 35 കൊല്ലം മുമ്പുള്ള നയമൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടൊരു പുതിയ കേരളം സൃഷ്ടിക്കുകയാണെന്നൊക്കെ പറയുന്നത്. ഈ 35 കൊല്ലം വൈകി ഓടുന്ന വണ്ടിയെക്കൊണ്ട് എന്ത് നവകേരളമാണ് ഇവർ സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ളത്, അതാണ് ജനങ്ങളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിതിനകത്ത് ഈ വലിയ വേദനാജനകമായി തോന്നിയ കാര്യം, CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും താഴ്ന്ന വരുമാനക്കാരായ, ഏറ്റവും ചെറിയ ഫീസിനം ചെലുത്തുന്ന ഇടങ്ങളിലൊക്കെ ഇവർ കൈയിട്ട് വാരുന്നൊരു രീതി നമ്മളിൽ ഭയം ജനിപ്പിക്കുന്ന ഒന്നാണ്. കാരണം ഇവിടെ ഭൂനികുതിയുണ്ട്. 10-15 സെൻറ്റ് ഭൂമിക്ക് ഉടമകളായ ആളുകൾ വർഷത്തിൽ 25-30 രൂപ അടക്കുന്ന ഇടങ്ങളിലൊക്കെയാണ് ഇവരത് വർദ്ധിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് പഞ്ചായത്ത് ഓഫീസുകളിൽ നിന്നും വില്ലേജിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ സർട്ടിഫിക്കറ്റുകൾക്കുള്ള ഫീസിനങ്ങൾ ഇവർ വർദ്ധിപ്പിക്കുന്നു. പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരന് അവൻ്റെ വീട് നിർമ്മാണവും കെട്ടിട നിർമ്മാണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭൂമിയുടെ തരം മാറ്റം, അതിൻ്റെ വിവിധ വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഫീസിനങ്ങളും ഇവർ വർദ്ധിപ്പിക്കുകയാണ്. 10-15 രൂപ കൊടുക്കുന്ന ആ ഫീസിനങ്ങളിൽ വരെ കൈയിട്ട് വാരിക്കൊണ്ട് ഇവർ കാണിക്കുന്ന ഈ വ്യഗ്രത എന്ത് ധനസമ്പാദനം സ്റ്റേറ്റിന് ലക്ഷ്യം വെച്ചിട്ടാണ് എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. ഇത് അജിംസ, ഇത് തീർച്ചയായിട്ടും ഇതിനെ താരതമ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്, നമ്മൾ ഈ പഴയ സിനിമകളിലൊക്കെ, പിന്നെ മഹാനഗരങ്ങളിൽ ബോംബെ പോലുള്ള ഇടങ്ങളിലൊക്കെ അധോലോക സംഘങ്ങൾ ഈ ഹഫ്ത പിരിക്കാറുണ്ട്. അതവിടുത്തെ പെട്ടിക്കടക്കാരൻ്റെ, മുറുക്കാൻ കടക്കാരൻ്റെ, തോട്ടിപ്പണിക്കാരൻ്റെ അടുത്തു നിന്നൊക്കെ അവർ കുത്തിപ്പറിച്ചു കൊണ്ടുപോകാറുണ്ട്. അത് ധനസമ്പാദനം എന്നുള്ളതിലുപരിയായിട്ടൊരു ഭയപ്പെടുത്തലിൻ്റെ ഒരു മാധ്യമമാണ്. അത് ശരിയാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും ഓർക്കണം, ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത്, കരുണാകരൻ്റെ കാലത്താണെന്ന് തോന്നുന്നു, കരുണാകരൻ ഈ സർക്കാർ ആശുപത്രികളിൽ ചീട്ടെടുക്കാൻ വേണ്ടി ഫീസ് ഏർപ്പെടുത്തി. അതിനെതിരെ ഉണ്ടായ ഒരു പ്രൊട്ടസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്. അത് ചെറിയ പൈസയാണ്. ഇപ്പം അതുപോലുള്ള ചെറിയ ഫീസുകളെക്കുറിച്ചായിരിക്കും പിണറായി പറയുന്നത്. അങ്ങ് സൂചിപ്പിക്കുന്നത് മറ്റ് ഈ ലൈസൻസിങ്, അതുപോലെ പെർമിറ്റ്, നിർമ്മാണ പെർമിറ്റ്, ഇതിനൊക്കെ ഈടാക്കുന്ന വൻ തുകയെക്കുറിച്ചുമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത് ഇങ്ങനെ ചെയ്യാതെ ഈ സർക്കാർ മുന്നോട്ട് പോവില്ല എന്ന ഒരു തിരിച്ചറിവ് ഈ 9 വർഷത്തെ സർക്കാർ അനുഭവത്തിൽ നിന്ന് പിണറായി തോന്നിയിട്ടുണ്ടാകും, പ്രത്യേകിച്ചും ഒരു സാമ്പത്തിക ഫെഡറലിസത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളും ഞെരുക്കുന്ന ഘട്ടത്തിൽ. അജിംസ, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവിൻ്റെയും അടിസ്ഥാനത്തിലല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നുള്ളതിൽ നിന്ന് കമ്മ്യൂണിസവും പോയി, മാർക്സിസവും പോയി. ഇതൊരു കോർപ്പറേറ്റ് കോർപ്പറേറ്റ് പിണറായിസ്റ്റ് മൂവ്മെൻ്റാണ് ഇപ്പോൾ CPM. പിണറായി വിജയൻ്റെ കോർപ്പറേറ്റ് അജണ്ടകളാണ് ഇത്തരത്തിലുള്ള വിവിധങ്ങളായ സൂചനകളിലൂടെ ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ വലിയ ഫീസിനങ്ങളൊന്നും അല്ല ഇവിടെ വർദ്ധിപ്പിക്കുന്നത്. ഇവിടെ വീട് നിർമ്മാണത്തിനുള്ള അപേക്ഷ, വീട് നിർമ്മാണ പെർമിറ്റിനുള്ള അപേക്ഷ, പ്ലാൻ സമർപ്പിക്കുമ്പോൾ ചെലുത്തേണ്ട തുക, ഇതൊക്കെ വലിയ തുകകളായിരുന്നു. ഇതൊക്കെ 30-40 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ട് ഇവരെ നമ്മളെ ഞെക്കിപ്പിഴിയുന്നു. അതുപോലെ തന്നെ ഇവർ സെസ്സും സർചാർജും ഒക്കെ പിരിക്കുന്നതിനെതിരെ എല്ലാ കാലത്തും വലിയ വാചാടോപം നടത്തിയ ആളുകൾ ഇവിടെ കേരളത്തിൽ ഡീസലിനും പെട്രോളിനും സെസ് പിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെ കമ്മ്യൂണിസം എന്ന ഒരു ആശയം തന്നെ എടുത്തു മാറ്റിയിട്ട് ഏതോ കോർപ്പറേറ്റ് ലോകത്ത് അഭിരമിക്കുന്ന ആളുകളായിട്ട് ഇവർ മാറുകയാണ്. ഇവരതിനെ പഴകിത്തുരുമ്പിച്ച് ആളുകൾ മാറി മാറി ആറാണ്ടിയൊക്കെ നടത്തി സമീപിക്കുന്ന നയങ്ങളൊക്കെ അതിൻ്റെ പ്രഭവ മൂലകേന്ദ്രത്തേക്കാണ് ഇപ്പോൾ അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗോവിന്ദനൊക്കെ വലിയ വായിൽ, അദ്ദേഹത്തിന് പോലും അറിയില്ല എന്താ പ്രസംഗിക്കുന്നതെന്നും, അങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് നവകേരളത്തിന് വേണ്ടി നമ്മളൊക്കെ ചേർന്ന് പോകണം, ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ എവിടുത്തെ CPM ആണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്.